അദ്ദേഹം വന്ന് ഏറ്റവും സൗമ്യനാണ്. ഏറ്റവും സൗമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും, സൗഹൃദത്തിൽ സംസാരിക്കും, വളരെ മിതമായ ഭാഷയാണ് അദ്ദേഹം. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് അനുകരിക്കും. ഷാൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം അനുകരണീയമായ വ്യക്തിത്വമായിരുന്നു. അവൻ്റെ ജീവിത രീതി, എളിമത്വം. നിങ്ങളറിയാമല്ലോ, ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു പാർട്ടിയുടെ, അവൻ വീട് പരിശോധിക്കണം. 2.5 സെൻറ്റ് പുരയിടത്തിൽ ഒരു ചെറിയ വീട്, 2 പെൺകുഞ്ഞുങ്ങൾ, ഭാര്യ, വാപ്പ, സുഖമില്ലാത്തൊരു കുടുംബം. ആ കുടുംബത്തെ എപ്പോഴും അധ്വാനിച്ച് ജീവിച്ചുകൊണ്ട് നിലനിർത്തി പോകുന്ന ഒരു ഷാൻ എന്ന് പറയുന്ന യുവാവ്. അതിനിടയിലും, അതാണ് ശ്രദ്ധിക്കുന്നത്, അതിനിടയിലും മറ്റുള്ളവർക്ക് സഹായമായി ഓടുകയാണ്. തൻ്റെ സ്വന്തം കാര്യം മാറ്റിവെച്ചിട്ട്, തൻ്റെ സ്വന്തം കച്ചവടം ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയാണ് ഷാൻ. അത് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ SDP വേണ്ടി മാത്രമല്ല. എനിക്ക് അറിയാം, ഞാനത് സത്യസന്ധമായി പറയാം, അത് ദൈവത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാം. എനിക്ക് വ്യക്തമായി അറിയാം, ഷാൻ ഇതര സമുദായാംഗങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു, ഇതര സമുദായാംഗങ്ങൾക്ക് സഹായിയായിരുന്നു, ഒരു അത്താണിയായിരുന്നു. എത്രയോ ഹിന്ദു സമുദായാംഗങ്ങളാണ് പൊട്ടിക്കരഞ്ഞതെന്നറിയും. എത്രയോ ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും. അത് വളരെ ബുദ്ധിമുട്ടുണ്ട്, കൂടുതൽ പറയാൻ പറ്റില്ല.